വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ള വചനാഗ്നി പ്രേക്ഷകരെ, ഈശോയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവാൻ. വചനം ശക്തമാണ്, സൗഖ്യദായകമാണ്. ആ വചനത്തിൻ്റെ ശക്തി പാറകളെ തകർക്കുന്നൊരു കൂടം പോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ സ്നേഹവും ദൈവകൃപയുടെ നിറവും നമുക്ക് നൽകുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറിൽ നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയട്ടെ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി വ്യാപരിക്കാൻ ദൈവം നൽകുന്ന എല്ലാ അനുഭവങ്ങളും നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവകൃപയിലേക്ക് നയിക്കാനാണെന്നുള്ള തിരിച്ചറിവോടുകൂടി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയാനുള്ള ശക്തമായ കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് പ്രത്യേകം തേടാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലും മത്തായി സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായത്തിലും ലൂക്കാ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിലും പ്രതിപാദിച്ചിട്ടുള്ള, ബൈബിളിൽ തന്നെ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുള്ള ഉപമയായ വിതക്കാരന്റെ ഉപമയാണ്. നമ്മളെല്ലാവരും പലതവണ വായിച്ച് ധ്യാനിച്ച് കേട്ട് ശീലമാക്കിയിട്ടുള്ള, കാണാതറിയാവുന്ന ഒരു ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ. ഈ ഉപമയിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒത്തിരിയേറെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തരും. ആ ചിന്തകളെയൊക്കെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഈ വചനം ഇന്നും നമുക്കൊരു ജീവന്റെ ഉറവിടമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, വിതക്കാരൻ ഒരാൾ തന്നെയാണ്. വിതച്ചത് ഒരേ പാത്രത്തിലെ വിത്താണ്. വ്യത്യാസമൊന്നും ഉള്ളതായിട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ വിതയ്ക്കപ്പെട്ട നിലം 4 വിധത്തിലുള്ള നിലങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. കുറേ വിത്തുകൾ വഴിയരികില്, കുറേ വിത്തുകൾ പാറപ്പുറത്ത്, കുറേ വിത്തുകൾ മുൾച്ചെടികൾക്കിടയിൽ, എന്നാൽ കുറേ വിത്തുകൾ നല്ല നിലത്ത്. ഇതിൽ നല്ല നിലത്ത് വീണ വിത്തിന് മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിച്ചുള്ളൂ. കാരണം ആ വിത്തിന് മാത്രമേ വേരുറയ്ക്കാനും വളർന്നു വരുവാനും ഫലം പുറപ്പെടുവിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കൊരു ആദ്യത്തെ ആ പാതയോരം അല്ലെങ്കിൽ വഴിയരിക് എല്ലാവരും എപ്പോഴും നടന്നു പോകുന്ന തറഞ്ഞു കിടക്കുന്നൊരിടം, പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടു പോകാനായിട്ട് തെളിഞ്ഞു കിടക്കുന്നൊരിടം, വിത്തിന് അവിടെ തന്നെ കിടന്നാൽ അതിന് താഴേക്ക് വേരിറക്കാനായിട്ട് ഏറെ പാടുപെടേണ്ടി വരും, അല്ലെങ്കിൽ
അല്പായുസ് മാത്രം അവിടെ കഴിയാൻ സാധ്യതയുള്ള, ഏത് നിമിഷവും ആർക്കും എടുത്തു മാറ്റാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരവസ്ഥ. ഇതാണ് ആ വിത്ത് വീണ റോഡിൻ്റെ അവസ്ഥ. ഇതാണ് ചില ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തെ സാത്താൻ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വചനത്തിൽ നിലനിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. പാറപ്പുറത്തെ ഒരു തൂമ്പയോ കൂടമോ ഒന്നുമില്ലാത്ത വളരെ സുരക്ഷിതമായ, ആരുടെയും ഒരു ഉപദ്രവവും ഇല്ലാത്ത ഇടമാണത്. ആ പാറപ്പുറത്ത് വീണ വിത്തിന് വേരില്ലാതെ പോയി. കാരണം വേര് താഴേക്ക് ഇറക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ ഇല്ല പാറപ്പുറത്തിന്. മുൾച്ചെടികൾക്കിടയിൽ വീണതോ, മുള്ളും മുൾച്ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നിടം, ആരും വാക്കത്തി കൊണ്ടത് വൃത്തിയാക്കുന്നില്ല, അല്ലെങ്കിൽ തൂമ്പാ കൊണ്ട് അവയെ നീക്കം ചെയ്യുന്നില്ല. അവ വളരെ സുരക്ഷിതമാണ്. ആ മണ്ണ് ഒരു മുറിവുമേൽക്കാത്ത മണ്ണാണ്. പക്ഷേ അവിടെ വീണ വിത്തിന് ഫലം കൊടുക്കാൻ ആ മണ്ണിന് കഴിയുന്നില്ല. ഒത്തിരിയേറെ പ്രതികൂലങ്ങളുടെ സാഹചര്യങ്ങളിൽ ആ വിത്ത് ഫലം ചൂടാതെ പോകുന്നു. എന്നാൽ നല്ല നിലം എന്ന് പറയുന്നത് ഒരുക്കപ്പെട്ട നിലമാണ്. ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ 100, 60, 30 മേനി ഫലം പുറപ്പെടുവിക്കാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ദൈവമായ കൃഷിക്കാരൻ തന്നെ നന്നായി ഒരുക്കാനുള്ള അവസരം ഒത്തിരിയേറെ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളെ ഈ നല്ല നിലമാക്കാനുള്ള ദൈവിക പദ്ധതിയായിട്ട് നമ്മൾ സ്വീകരിക്കണമെന്ന് മാത്രം. നല്ല നിലത്തെക്കുറിച്ച് ഒരു സാധാരണ കാർഷിക പശ്ചാത്തലത്തിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്കറിയാം, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഈ പാടമൊരുക്കുന്നതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി വളർന്നു വന്നത് ആയതുകൊണ്ട് ഈ നല്ല നിലമാക്കി മാറ്റാനുള്ള ദീർഘമായ പ്രോസസ്സ് എനിക്ക് വളരെ പരിചിതമാണ്. ഇപ്പോഴാണ് നമുക്ക് ട്രാക്ടറും ട്രില്ലറും ഒക്കെ വന്നത്. അന്ന് കാളയോ അല്ലെങ്കിൽ പോത്തിനെ വെച്ചുകെട്ടി കലപ്പ കൊണ്ട് ഈ നല്ല നിലമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇടം നല്ല നിലമാകാൻ വേണ്ടി ആ മണ്ണിനോട് ചെയ്യുന്ന വലിയൊരു ശോഭകേടുണ്ട്. തലങ്ങും വിലങ്ങും ആദ്യം വെള്ളമിറക്കുന്നതിന് മുമ്പും വെള്ളമിറക്കിക്കഴിഞ്ഞും പലതവണ ഉഴുതുമറിച്ച് ആ മൺകട്ടകൾ മുഴുവൻ അലിഞ്ഞില്ലാതായി അവസാനം ഞൗരിയിട്ട് അതിനെ ലെവൽ ചെയ്ത് ഒരു കുഴമ്പ് പരുവത്തിൽ ഞാറങ്ങ് നട്ടാൽ അല്ലെങ്കിൽ വിത്തങ്ങ് വിതച്ചാൽ വളരെ സോഫ്റ്റായിട്ട് ആ വിത്തിന് വേരിറക്കുവാനും വളർന്നു വരുവാനുമുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുവാൻ ആ നിലം അനുഭവിക്കേണ്ടി വരുന്ന വേദന, കഷ്ടത, അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ നിലത്ത് വീണ വിത്തിനാണ് ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനമാകുന്ന വിത്ത് എൻ്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന ഇടത്തിൽ വീണ് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇതുപോലെ ഉഴുതുമറിക്കപ്പെടണം, ചാലുകീറപ്പെടണം, കുഴമ്പ് പോലെ ശുദ്ധിയുള്ളതാക്കി മാറണം. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും പ്രഭാഷക പുസ്തകത്തിലെ വചനം
സ്വീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും ദുരിതങ്ങളുമാണ് എന്നെയും നിങ്ങളെയും ഈ ഫലം പുറപ്പെടുവിക്കുവാനായി നമ്മുടെ ജീവിതമാകുന്ന ഇടത്തെ ഒരുക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവത്തിന് എല്ലാ കാര്യത്തിലും നന്ദി പറയാൻ നമുക്ക് പറ്റും. ഒരു കുടുംബത്തിലെ ഏറെ വേദനാജനകമായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 3 മക്കളും അപ്പനും അമ്മയുമുള്ള ഒരു കുടുംബത്തിൽ 2 മക്കൾ പഠനത്തിനായിട്ട് വീട്ടിൽ നിന്ന് മാറി പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയൊരു മകനും അപ്പനും അമ്മയും മാത്രം വീട്ടിലുണ്ട്. സാധാരണ കാർഷിക പശ്ചാത്തലം, വളർത്തുമൃഗങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കൂലിപ്പണിക്ക് പോയി വീട് പുലർത്തുന്ന കുടുംബനാഥനും കുടുംബനാഥയും. മകൻ ഹയർ സെക്കൻഡറിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കൈക്കൊരു വേദന പോലെ വന്നു. അത് വിദഗ്ധമായ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അതൊരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് വിധിച്ചു. ആയുർവേദം പലവര് ചെയ്തു ഓപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫലദായകമാകുന്നില്ല. എന്നാൽ ഇംഗ്ലീഷ് മരുന്ന് വീണ്ടും ഓപ്പറേഷൻ ഒഴിവാക്കാൻ വേണ്ടി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്ലേറ്റ് കഴുകാൻ പോലും കൈ അനക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ പിതാവും മകനും കൂടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട സുഹൃത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഇടുപ്പെല്ലിന് സാരമായ പരിക്കുകളോടെ 1.5 മാസത്തേക്ക് ബെഡ് റെസ്റ്റിനായി വിധിക്കപ്പെട്ട അവസ്ഥയിൽ ആ വീട്ടിൽ അമ്മയും മകനും ഒരു ജോലിയും ചെയ്യാത്ത സാഹചര്യത്തിൽ അപ്പൻ മാത്രം ആകെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയിൽ നിൽക്കുമ്പോൾ വന്ന ആളുകളൊക്കെ അവരോട് പറയുന്നത്, എന്തോ കുഴപ്പം നിങ്ങളുടെ വീട്ടിലുണ്ട്, ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് കാണിക്കുന്നത് നല്ലതാണ്, എന്താണ് പ്രശ്നമെന്ന്. എന്നാൽ ഈശോയിലുള്ള ആഴമായ വിശ്വാസം, അത് വാക്കുകളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രാർത്ഥനയിലും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവര് അതിനൊന്നും കൂട്ടാക്കാതെ ശുദ്ധ കുർബാനയോടും ദൈവവചനത്തോടും സഭയോടുമൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ദൈവം തരുന്നതെന്തും സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ, എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമേ വരുത്തുള്ളൂ എന്നുള്ള ആ ബോധ്യത്തോടുകൂടി ജീവിതത്തിലെ സഹനത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ അനേകം ആളുകളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ പലപ്പോഴും ദൈവിക ചിന്തയില്ലാത്ത ആലോചനകളിലേക്കാണ് ക്രൈസ്തവ വിശ്വാസികളെപ്പോലും നയിക്കുന്നത്. സമാനമായി ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ ഒരു അപകടത്തിൽ മരണമടഞ്ഞപ്പോൾ അവിടെ വന്ന അവരുടെ ഇടവകാംഗം തന്നെയായ ഒരു സഹോദരൻ പങ്കുവെച്ചത്, ഈ വീടിന് എന്തോ കുഴപ്പമുണ്ട്, വാസ്തു ഒന്നും അനുസരിച്ചല്ല ഇത് പണിതത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊക്കെ എന്താണ് നമുക്ക് ഉത്തരം പറയാനുള്ളത്? എന്തിനാണ് പിന്നെ നമ്മൾ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും കൂദാശകൾ അനുഷ്ഠിക്കുന്നതും ദൈവം സർവശക്തനും പരമപരിശുദ്ധനും സകല നന്മ സ്വരൂപിയുമാണെന്ന് വിശ്വസിക്കുന്നതും സർവാധിപനാം കർത്താവേ എന്ന് പറഞ്ഞ് ശിരസ് നമിക്കുന്നതും സർവശക്തനും പിതാവുമായി ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് വാ തുറന്ന് വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നതും? അവിടെയാണ് ഈ ഉപമയിലെ നല്ല നിലവും പാഴ്നിലവും തമ്മിലുള്ള അന്തരം മാറ്റിയ നിലമൊരുക്കൽ പ്രക്രിയയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടത്.
വർഷങ്ങളായി സ്ട്രോക്ക് വന്ന് കിടന്ന കിടപ്പിൽ കഴിയുന്ന ആളുകളെ കാണുമ്പോൾ ഇതെന്തൊരു ദയനീയത, നിസ്സഹായ അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അവരുടെ ആ കടപ്പാണ് അവരുടെയും എൻ്റെയും ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സഹായകരമാകുന്നത് എന്ന തിരിച്ചറിവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ സഹനത്തെ കൃപയാക്കി മാറ്റാൻ, ദൈവത്തിൻ്റെ കാരുണ്യമൊഴുകാൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കുരിശ്. അവൻ്റെ ജീവിതത്തിൽ വേദനകളും സഹനങ്ങളുമൊക്കെ അവൻ്റെ ജീവിതത്തെ ഒരുക്കുന്നതാണ്. നല്ല നിലമായി ദൈവത്തിൻ്റെ വചനത്തിന് ഫലം പുറപ്പെടുവിക്കാൻ ആദിമ സഭയ്ക്ക് എന്തുകൊണ്ടാണ് ശക്തമായ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിച്ചത്? രക്തസാക്ഷികളുടെ ചുടുനിണമാണ് ആ നിലത്ത് വീണത്. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ, സ്വന്തം ജീവനെ നേടാനല്ല അവർ ആഗ്രഹിച്ചത്. ഈശോയ്ക്ക് വേണ്ടി ആ ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവർ നിത്യജീവൻ നേടുക മാത്രമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെ നന്മകൾ ദൈവത്തിൻ്റെ കൃപയായി അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി സഭാഗാത്രത്തെ പടുത്തുയർത്തി സഭയുടെ ശക്തി ലോകമെങ്ങും വ്യാപിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉപമയിലെ നല്ല നിലമാകാൻ എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ച് തരുന്നതാണ് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ. ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് തുലനം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം തേടി നമ്മളൊക്കെ പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. കാരണമല്ല നമ്മൾ തേടേണ്ടത്. ഇതെന്തിനു വേണ്ടിയാണ്? ഇതെന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയോട് ചേർന്ന് ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കാളിയാകാൻ കിട്ടിയൊരവസരം. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ, തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ഞാനെന്ന് വേദനയുടെ നെരിപ്പോടിൽ നിനക്ക് പറയാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവമകനെ, മകളെ, ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം, നിന്റെ രോഗപീഠകളായിരിക്കാം, സാമ്പത്തിക ക്ലേശങ്ങളായിരിക്കാം, മക്കളിൽ നിന്ന് നീ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളാവാം, ജീവിത പങ്കാളിയിൽ നിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റേതെങ്കിലുമൊക്കെ മാനസിക സംഘർഷങ്ങളുടെ നെരിപ്പോടുകളാകാം. ഓർക്കണം, ഈ സഹനങ്ങളാണ്, ഈ വേദനകളാണ്, ഈ നൊമ്പരങ്ങളാണ് മണ്ണിനെ നല്ല നിലമാക്കും പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ദൈവത്തിൻ്റെ വചനത്തിന് ഫലം പുറപ്പെടുവിക്കുവാനുള്ള നല്ല ഇടമാക്കി മാറ്റുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെയും അൽഫോൻസാമയുടെയും ഫൗസ്റ്റീനായുടെയും ഒക്കെ ജീവിതം നൽകുന്ന പാഠം ഇതല്ലേ? ഈശോയാകുന്ന വാഴച്ചൂട്ടിലെ വട്ടയിലെയും വെട്ടിയിലെയുമായി അഴുകിയില്ലാതാകലാണ് എൻ്റെ സഹനമെന്ന് വിശ്വസിച്ച അൽഫോൻസാമ കുരിഞ്ഞൊരു കടലാസ് കഷ്ടമെടുത്ത് മേശപ്പുറത്തേക്ക് വെക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വേസ്റ്റ് ബോക്സിലിടുമ്പോൾ, ഈശോയെ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയെ പ്രതി ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടുത്തണേ, ഒരാത്മാവിനോടെങ്കിലും കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ സഹനത്തെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സഹനത്തെ സ്നേഹിച്ച ഫൗസ്റ്റീന, ഇവരൊക്കെ നമുക്ക് നൽകുന്നത്, അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞത് സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ അവരുടെ ജീവിതം ഒരുക്കപ്പെട്ടു എന്നതുകൊണ്ടാണ്. നമ്മുടെ ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ എവിടെയൊക്കെ ആർക്കൊക്കെ ദൈവവചനമനുസരിച്ച് ജീവിക്കുവാനും ദൈവകൃപയിൽ വളരുവാനും തലമുറകൾക്ക് അനുഗ്രഹമായി മാറാനും കഴിഞ്ഞിട്ടുണ്ടോ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ നല്ല നിലം ഒരുക്കപ്പെടുന്നത് പോലെ പല വിധത്തിലുള്ള സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന സത്യം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നക്കാരെ നോക്കിപ്പോകുന്നത് ക്രിസ്ത്യാനിയല്ല, ക്രിസ്തീയതയല്ല.
മറിച്ച് സഹനങ്ങൾ കൃപകളാകാൻ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നാശത്തിലൂടെ ചരിക്കുന്ന ആളുകൾക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണെന്ന തിരുവചനം നമ്മൾ ധ്യാനിക്കാറുണ്ട്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കൊക്കെ കുരിശിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കുരിശിന്റെ വചനം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന സഹന വഴികളാണ്, കുരിശിന്റെ വഴികളാണ്. അനുദിനം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവന് മാത്രമേ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നും നിനക്ക് ഈശോയുടെ പുറകെ നടക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് നിന്നെ പ്രാപ്തനാക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ സഹന കുരിശുകളാണ്. അത് മാത്രമാണ് നിനക്ക് ഫലം പുറപ്പെടുവിക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെയുള്ള ഒരുക്കപ്പെടലെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി നീ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ കുരിശിൽ നീ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഫലം പുറപ്പെടുവിക്കുവാൻ നിന്റെ ജീവിതത്തിലെ ദൈവം അനുവദിച്ചു തരുന്ന സകലതിനെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയണം. ദൈവത്തിന്റെ സ്നേഹം എല്ലാ കാര്യങ്ങളിലും അനുഭവിച്ചറിയണം, പരാതികളില്ലാതെ, പരിഭവമില്ലാതെ. ദൈവമേ, ഇതാ നിന്റെ ദാസൻ ദാസി, അവിടുത്തെ ഇഷ്ടമിൽ നിറവേറട്ടെ എന്ന ഭാവത്തോടെ സ്വീകരിക്കുമ്പോൾ ആ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെയല്ലേ വിത്ത് വീണ ഫലം കൊയ്യുള്ളൂ. അല്ലാതെ യാതൊരു വിധത്തിലുള്ള വേദനകളുമില്ലാത്തൊരു ജീവിതമാണ് നിന്റേതെങ്കിൽ നീ പാറപ്പുറമാകാൻ സാധ്യതയുണ്ട്, നീ പാതയോരമാകാൻ സാധ്യതയുണ്ട്, നീ മുൾച്ചെടിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുൾച്ചെടികളിലും പാറപ്പുറത്തും പാതയോരത്തും വീണ വിത്ത് പോലെ ദൈവത്തിന്റെ വചനം ഫലരഹിതമായി പോകാതിരിക്കാൻ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം, നിന്റെ നന്മ ആഗ്രഹിക്കുന്ന നിന്റെ ദൈവം, നിനക്ക് നിത്യജീവൻ തരാൻ ആഗ്രഹിക്കുന്ന ദൈവം, നീയാകുന്ന ഇടത്തെ വിശുദ്ധീകരിച്ച് ഒരുക്കി ദൈവവചനമാകുന്ന വിത്തിന് വേരിറക്കുവാനും അതിന് ഫലം ചുടുവാനും കഴിയും വിധത്തിൽ ഒരുക്കിയെടുക്കുന്നതല്ലേ, ചെയ്തെടുക്കുന്നതല്ലേ നിന്റെ ജീവിതത്തിലെ വേദനകൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ. അത് നിനക്ക് മാത്രമല്ല, നീയുമായി ബന്ധപ്പെടുന്നവർക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവനും വേണ്ടി, സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ചുദ്ധാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിൽ പങ്കാളിയാകാൻ വേണ്ടി, അങ്ങനെ നീ ദൈവരാജ്യത്തിന്റെ ഭാഗമാകാൻ വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവളായി മാറാൻ വേണ്ടി ദൈവം ഇടവരുത്തുമെന്ന് വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിച്ചത് സ്വീകരിച്ചാൽ നീ അനുഗ്രഹമാണ്. നിന്നിലൂടെ ഭൂമുഖത്തുള്ള ജനതകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ഈ ഒരു ദർശനത്തോടു കൂടി നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും വേദനകളും സങ്കടങ്ങളും അനുഭവിക്കുന്ന അനേകരെ കണ്ടുമുട്ടുമ്പോൾ അവരോടൊരു ബഹുമാനം, ആദരവ് നമുക്കുണ്ടാവണം. കാരണം അവർ നമുക്ക് വേണ്ടിയാണ്, അവരുടെ ഫലം നമുക്കും വേണ്ടിയാണ്, അവരുടെ സഹനം കൃപയാണ് ഈ ലോകത്തിന്. അങ്ങനെ അവരെ ആദരിക്കാൻ, ശുശ്രൂഷിക്കാൻ, നന്മ ചെയ്യാനുള്ള ഒരു വലിയ ഉൾപ്രേരണയും ഉൾക്കാഴ്ചയും നമുക്കുണ്ടാവും. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വഴിയാണ് ക്രിസ്തുവിന്റെ വഴി, ഈ വഴിയാണ് ക്രിസ്ത്യാനിയുടെ വഴി. അല്ലാതെ ഇതിൽ നിന്നുള്ള ഒളിച്ചോട്ടമൊക്കെ നല്ല നിലമാകാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പിന്മാറുവാനും ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുവാനും ആഗ്രഹിക്കാം. കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് പൂർണ്ണമായും ഈ ജീവിതത്തെ വിട്ടുകൊടുക്കും. നീ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ സംഭവിക്കട്ടെ. നീ എന്തെന്റെ ജീവിതത്തിൽ അനുവദിച്ചാലും അതെല്ലാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഈശോയെ. ഞാനാകുന്ന നിലം ഒരുക്കപ്പെടണം, അത് നല്ല നിലമാകണം, എൻ്റെ കുടുംബം നല്ല നിലമാകണം. അതിന് നീ അനുവദിച്ചു തരുന്നതൊക്കെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എൻ്റെ കുടുംബത്തിൽ നിന്ന് നീ മുൾച്ചെടികൾ പറിച്ചു കളയുന്നുണ്ടാവാം,
പാറമേൽ കൂടം കൊണ്ടടിക്കുന്നത് പോലെയുള്ള തിക്താനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ടാവാം. വഴിയരികിൽ വീണുകിടക്കുന്നതിനെ കൊത്തിയെടുത്തുകൊണ്ട് പോകാനുള്ള തിന്മയുടെ ശക്തിയുടെ സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ ആ പാതയെ നല്ല നിലമാക്കി ഒരുക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാവാം. ഇവിടെയൊന്നും നഷ്ടധൈര്യരാകാതെ, ദൈവമേ നിന്റെ ഹിതത്തിനു വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് കരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ സഹനങ്ങളെയും വിട്ടുകൊടുത്ത് സ്തുതിക്കാം. എല്ലാ വേദനകളെയും ഓർത്ത് അഭിമാനിച്ച് സ്തുതിക്കാം. എല്ലാം എൻ്റെ ജീവിതത്തിൽ അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ ഫലമായി മാറാനുള്ള ദൈവകൃപയാണെന്ന് തിരിച്ചറിവോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ശക്തമായ ഒരു അഭിഷേകം എല്ലാവരിലേക്കും ഒഴുകി ഇറങ്ങട്ടെ. എല്ലാ ജീവിതങ്ങളും നല്ല നിലങ്ങളാക്കി മാറ്റാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് സഹകരിക്കാനുള്ള ഒരു അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ